TSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെപ്റ്റംബർ 5 നടക്കാനിരിക്കുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി സിലബസ് അനുസരിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് മാത്രമല്ല, കേരള ബാങ്ക് ക്ലർക്ക്, CSEB എക്സാംസ്, ഈ പരീക്ഷകൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് വെച്ചാൽ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും പ്രധാനമായും കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി ലോൺസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ. കൊമേഴ്സ്യൽ ബാങ്കുകളിൽ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളും നോൺ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളും ഉണ്ട്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്താണെന്ന് നമുക്കറിയാം. RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾസിൽ വരുന്ന ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. റീജിയണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ് റീജിയണൽ റൂറൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്കുകളെയാണ് ഡെപ്പോസിറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക്സ് എന്ന് പറയുന്നത്. Commercial banks are also called deposit banks and joint stock banks. Commercial banks are regarded as creators of money because their loans create deposits. കൊമേഴ്സ്യൽ ബാങ്കുകൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് കൊമേഴ്സ്യൽ ബാങ്കുകളെ ക്രിയേറ്റേഴ്സ് ഓഫ് മണി എന്ന് പറയുന്നു. ഏർലിയസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക്സ് വെർ നോൺ ആസ് ഏജൻസി ഹൗസസ്. ഏജൻസി ഹൗസസ് എന്നറിയപ്പെടുന്നത് കൊമേഴ്സ്യൽ ബാങ്കുകളാണ്. ആസ് പെർ RBI ഗൈഡ്ലൈൻസ് കൊമേഴ്സ്യൽ ബാങ്ക് ക്യാൻ ഫിക്സ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാം. അത് RBI ഗൈഡ്ലൈൻസ് അനുസരിച്ചായിരിക്കണം. ബ്രിഡ്ജ് ഫിനാൻസും കൊമേഴ്സ്യൽ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രിഡ്ജ് ഫിനാൻസ് നമുക്കറിയാം, ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. അർജൻറ്റ് റിക്വയർമെൻറ്റിന് കൊടുക്കുന്ന വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ലോൺസ് ആണ് ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഈ ബാങ്കിൻ്റെ ഫങ്ഷൻസ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: പ്രൈമറി ഫങ്ഷൻസ് ആൻഡ് സെക്കൻഡറി ഫങ്ഷൻസ്. പ്രൈമറി ഫങ്ഷൻസിൽ വരുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, 2 ഗ്രാൻഡിങ് അഡ്വാൻസസ്. സെക്കൻഡറി ഫങ്ഷൻസിൽ വരുന്നത് 1 ഏജൻസി ഫങ്ഷൻ, 2 യൂട്ടിലിറ്റി ഫങ്ഷൻസ്. ഓരോന്നും ഡീറ്റെയിൽ ആയി നോക്കാം. പ്രൈമറി ഫങ്ഷൻസ്. ആദ്യത്തേത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. പലതരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് കൊമേഴ്സ്യൽ ബാങ്കുകൾ സ്വീകരിക്കുന്നുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറൻറ്റ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇതുകൂടാതെ കാസ ഡെപ്പോസിറ്റ്, BSBDA, ഫ്ലെക്സി, PMJDY, ഡിമാറ്റ് അക്കൗണ്ട്, ഇൻ്റർനാഷണൽ കറൻറ്റ് അക്കൗണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ഡെപ്പോസിറ്റ് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് സ്വീകരിക്കുന്നു. ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് വളരെ ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പ്രൈമറി ഫങ്ഷൻസിൽ വരുന്ന രണ്ടാമത്തെ പോയിന്റ് ഗ്രാൻഡിങ് അഡ്വാൻസസ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നു, ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കുന്നു, ലോൺസ് കൊടുക്കുന്നു, അതുപോലെ ബിൽസ് ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കുന്നു. കറൻറ്റ് അക്കൗണ്ട് ഹോൾഡർക്ക് എമർജൻസി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഷോർട്ട് ടൈം ലോണാണ് ഓവർ ഡ്രാഫ്റ്റ്. ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കൂടുതലായിരിക്കും. നിലവിലുള്ള കറൻറ്റ് അക്കൗണ്ടിൽ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ്. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നതും ഷോർട്ട് ടൈം ലോൺസ് തന്നെയാണ്. അത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓവർ ഡ്രാഫ്റ്റിനേക്കാളും കുറവാണ്. ഓവർ ഡ്രാഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് കറൻറ്റ് അക്കൗണ്ടിലാണ്. എന്നാൽ ക്യാഷ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ്. പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതും അതുപോലെ ലോൺസ്, പലതരത്തിലുള്ള അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നതുമാണ് പ്രൈമറി ഫങ്ഷൻസിൽ വരുന്നത്. അടുത്തത് സെക്കൻഡറി ഫങ്ഷൻ. സെക്കൻഡറി ഫങ്ഷൻസിൽ ആദ്യത്തേത് ഏജൻസി ഫങ്ഷൻ. പല കേസുകളിലും ബാങ്ക് ഒരു ഏജൻ്റായിട്ട്, കസ്റ്റമറുടെ ഒരു ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അത്തരം ഫങ്ഷൻസാണ് ഏജൻസി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് കളക്ഷൻ ഓഫ് ചെക്ക്, ബിൽസ് ആൻഡ് ഡ്രാഫ്റ്റ്. ബില്ല്, ചെക്ക്, ഡ്രാഫ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് ബാങ്ക് കസ്റ്റമറുടെ ഏജൻ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതൊരു ഏജൻസി ഫങ്ഷനാണ്. അതുപോലെ തന്നെയാണ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ബാങ്ക് കസ്റ്റമറുടെ ഏജൻ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതും ഒരു ഏജൻസി ഫങ്ഷനാണ്.
purchase and sale of securities like shares, debentures, etc., collection of interest, dividend, payment of interest, installment of loans, insurance premium, ആക്ടിങ് ആസ് ആൻ എക്സിക്യൂട്ടർ, അഡ്മിനിസ്ട്രേറ്റർ, എക്സെട്ര. ഇതെല്ലാമാണ് ബാങ്കിൻ്റെ ഏജൻസി ഫംഗ്ഷൻ. ഒന്നും കൂടി പറയാം. കളക്ഷൻ ഓഫ് ചെക്ക്, ബിൽസ് ആൻഡ് ഡ്രാഫ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ലൈക്ക് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ലോൺസ്, ഇൻഷുറൻസ് പ്രീമിയം, ആക്ടിങ് ആസ് ആൻ എക്സിക്യൂട്ടർ, അഡ്മിനിസ്ട്രേറ്റർ, എക്സെട്ര. അടുത്തത് യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആണ്. സേഫ് ഗാർഡ് ഓഫ് വാല്യബിൾസ്, അതായത് ഡെപ്പോസിറ്റ്, ജുവൽസ്, അങ്ങനെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ബാങ്കിൻ്റെ സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നത് ഒരു യൂട്ടിലിറ്റി ഫങ്ഷനാണ്. ആ സമയത്ത് ബാങ്ക് ബെയിലി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, കസ്റ്റമർ ബെയിലറാണ്. പ്രൊവൈഡ് സേഫ്റ്റി ലോക്കർ, ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ബാങ്കിൻ്റെ യൂട്ടിലിറ്റി ഫങ്ഷനാണ്. ലീസ് ഫിനാൻസിങ്, ട്രാവലേഴ്സ് ചെക്ക്, മെർച്ചൻറ്റ് ബാങ്കിങ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അണ്ടർറൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, ഫാക്ടറിംഗ് ഓർ ഫിനാൻസിംഗ് ഓൺ ട്രേഡ് ഡെറ്റ്, ബാങ്ക് ഡ്രാഫ്റ്റ് ആൻഡ് പേ ഓർഡർ, പ്രോജക്റ്റ് റിപ്പോർട്ട്സ്, ടാക്സ് കൺസൾട്ടൻസി സർവീസസ്, എക്സെട്ര. ഇതെല്ലാം എന്താണ്? ബാങ്കിൻ്റെ യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആണ്. ഏതൊക്കെയാണ് ഏജൻസി ഫങ്ഷൻസ്, അതുപോലെ ഏതൊക്കെയാണ് യൂട്ടിലിറ്റി ഫങ്ഷൻസ് എന്ന് കൃത്യമായി പഠിച്ചു വെക്കണം. താഴെ തന്നിരിക്കുന്നവയിൽ ഏജൻസി ഫങ്ഷൻ അല്ലാത്തതേത് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഫങ്ഷൻ ഏത്, ഇങ്ങനെ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. യൂട്ടിലിറ്റി ഫങ്ഷൻസ് ഒന്നും കൂടി പറയാം. സേഫ് ഗാർഡ് ഓഫ് വാല്യബിൾസ്, പ്രൊവൈഡ് സേഫ്റ്റി ലോക്കർ ഫെസിലിറ്റി, ബാങ്ക് ഡ്രാഫ്റ്റ് ഓർ പേ ഓർഡേഴ്സ്, ലീസ് ഫിനാൻസിംഗ്, ട്രാവലേഴ്സ് ചെക്ക്, മെർച്ചൻറ്റ് ബാങ്കിങ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അണ്ടർറൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, ഫാക്ടറിംഗ് ഓർ ഫിനാൻസിംഗ് ഓൺ ട്രേഡ് ഡെറ്റ്, പ്രോജക്റ്റ് റിപ്പോർട്ട്സ്, ടാക്സ് കൺസൾട്ടൻസി സർവീസസ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്യാരണ്ടിയാണ്. അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്ന സമയത്ത്, ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടേഴ്സിൻ്റെ ബാങ്ക് എക്സ്പോർട്ടർക്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആരാണെന്ന് ചോദിക്കാറുണ്ട്, അത് ഇമ്പോർട്ടേഴ്സ് ബാങ്കാണ്. അതുപോലെ ഇതെന്താണെന്ന് ചോദിക്കാറുണ്ട്, അത് ഒരു ഗ്യാരണ്ടിയാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്യാരണ്ടിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ഓരോ സന്ദർഭങ്ങളിലും ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൈമറി റിലേഷൻഷിപ്പ്, ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള പ്രൈമറി റിലേഷൻഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. ബാങ്കർ ഡെറ്ററാണ്, കസ്റ്റമർ ക്രെഡിറ്ററാണ്. ഇതേ കേസ് തന്നെയാണ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴും. ബാങ്ക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ റിലേഷൻഷിപ്പ് എന്താണ്? ബാങ്കർ ഡെറ്ററാണ്, കസ്റ്റമർ ക്രെഡിറ്ററാണ്. ഇനി ബാങ്ക് ലോൺസ് കൊടുക്കുമ്പോൾ ബാങ്ക് ക്രെഡിറ്ററാണ്, കസ്റ്റമർ ഡെറ്ററാണ്. ബാങ്ക് ലോണ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പാണ്. ബാങ്ക് ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലെസ്സർ ലെസ്സി റിലേഷൻഷിപ്പാണ്. ബാങ്കർ ലെസ്സറാണ്, കസ്റ്റമർ ലെസ്സി. ചെക്ക്, ബിൽസ്, ഡ്രാഫ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുമ്പം ബാങ്കർ ഏജൻറ്റും കസ്റ്റമർ പ്രിൻസിപ്പാലുമാണ്. കളക്ഷൻ ഓഫ് ചെക്ക്, ബിൽസ്, ഡ്രാഫ്റ്റ്, ഈ സമയത്ത് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏജൻറ്റ് പ്രിൻസിപ്പാൽ റിലേഷൻഷിപ്പാണ്. സേഫ് കസ്റ്റഡി ഓഫ് വാല്യബിൾസ്, ബാങ്കർ ബെയിലിയാണ്, കസ്റ്റമർ ബെയിലർ. സേഫ് കസ്റ്റഡി ഓഫ് വാല്യബിൾസിൻ്റെ കേസിൽ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെയിലി ബെയിലർ റിലേഷൻഷിപ്പാണ്. കസ്റ്റമർ ഡെപ്പോസിറ്റ് സെക്യൂരിറ്റീസ് ഓർ അതർ വാല്യബിൾസ് വിത്ത് ദ ബാങ്കർ ഫോർ സേഫ് കസ്റ്റഡി. ട്രസ്റ്റി ബെനിഫിഷ്യറി റിലേഷൻഷിപ്പാണ്. ബാങ്കർ ട്രസ്റ്റിയും കസ്റ്റമർ ബെനിഫിഷ്യറി. ഇതാണ് നോർമലായിട്ട് ചോദിക്കാവുന്ന ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്